ഹായ്. മന്ത്രി പറയുന്നത് ഒന്ന് കേട്ട് നോക്കിക്കേ. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊന്നും ഞാൻ പറയാറില്ല. എനിക്ക് സമാധാനം തരണമെന്ന്. ലോകത്തെ ഏറ്റവും വലുത് രോഗമില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, അനാവശ്യമായ ആഗ്രഹങ്ങളുള്ളപ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. അത്തരം ആഗ്രഹങ്ങളില്ലാത്ത ഒരു നല്ല മാനസികാവസ്ഥ തരുന്ന ദൈവത്തിന് നന്ദിയാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? സത്യം ഞാൻ നിങ്ങളത് പറയട്ടെ, എൻ്റെ ഉള്ളിലേക്ക് ജീസസ് ക്രൈസ്റ്റ് ഐഡിയാസ് പറഞ്ഞു തരും. ഞാൻ എൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാർ എന്നോട് ഞാൻ പറഞ്ഞ യേശു എന്നോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെ ചിലപ്പം ആഹാരം കഴിക്കുമ്പോൾ, ചിലപ്പോൾ കിടക്കുമ്പോഴായിരിക്കും, ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു ഐഡിയ വരും. ആ ഐഡിയ അപ്പം തന്നെ വിളിച്ച് പറഞ്ഞ് നടപ്പിലാക്കും. ആ നടപ്പിലാക്കുമ്പോൾ അത് വിജയിക്കുന്ന എന്തുകൊണ്ട് വന്നാൽ ഈ ഐഡിയ ആരുടേതാണ്? ഗണേഷ് കുമാറിൻ്റെ അല്ല, ദൈവത്തിൻ്റെതാണ് എന്നുള്ളതാണ്. മനസ്സിലായോ? യേശു എന്നോട് സംസാരിക്കും. ഈ മന്ത്രിയോട് ദൈവം കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? എത്രയോ കന്യാസ്ത്രീകളും അച്ഛന്മാരും എത്രയോ സ്വാമിമാരും സ്വാമിനിമാരും എത്രയോ കാലമായി വളരെ ശാന്തമായി ആത്മീയ ജീവിതം നയിക്കുന്നു. സുവിശേഷ പ്രവർത്തന മേഖലയിൽ തന്നെ വ്യാപരിക്കുന്ന എത്രയോ മാന്യതയുള്ള വിവിധ സഭക്കാർ എത്രയോ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇവർക്കൊന്നും ഈ മന്ത്രിക്ക് കിട്ടിയ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. ദൈവം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ, KSRTC നടത്തേണ്ട പരിഷ്കരണത്തെക്കുറിച്ച് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു എന്ന്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മന്ത്രിയുടെ വീട്ടിൽ നടത്തേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ച്, ഈ മന്ത്രിയുടെ കുടുംബ ബന്ധങ്ങളിൽ നടത്തേണ്ട പരിഷ്കരണങ്ങളെക്കുറിച്ച്, മന്ത്രി ഭാര്യയുമായി എങ്ങനെ ഇടപെടണം എന്നതിനെക്കുറിച്ച് ഒക്കെ പറഞ്ഞു കൊടുക്കാൻ സാധ്യതയില്ലേ? അപ്പോൾ പറഞ്ഞു കൊടുത്തതനുസരിച്ചായിരിക്കുമല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്രതീക്ഷിതമായി ഒരു പ്രലോഭനത്തിൽപ്പെട്ടു പോയതിനെക്കുറിച്ചല്ല നാം മന്ത്രിയെക്കുറിച്ച് കേട്ടിരിക്കുന്നത്. മന്ത്രിയുടെ സ്ഥിരം കാര്യങ്ങളാണ് ഇങ്ങനെയെന്നും ഇത് പ്രണയം സാധാരണയാണെന്നും അതെൻ്റെ വ്യക്തിപരമായ കാര്യമാണെന്നും അങ്ങനെ ആയിരക്കണക്കിന് പ്രണയങ്ങളുണ്ടെന്നൊക്കെ മന്ത്രി പറഞ്ഞ് നമ്മൾ കേട്ട വൃത്തികെട്ട ആരോപണങ്ങളെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ആ നിലയിൽ ഇങ്ങനെ ഹൃദയത്തിൽ മന്ത്രിച്ചോ ചെവിയിൽ മന്ത്രിച്ചോ മന്ത്രിയൊക്കെ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം ഉപദേശിച്ച് മന്ത്രിയെ വഷളാക്കി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് ഉപദേശിച്ച് മന്ത്രിയെ നന്നാക്കി എന്ന് മനസ്സിലാക്കണമോ? മന്ത്രിയോട് സംസാരിച്ചത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ആണെന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ഒരിക്കൽ എവിടെയെങ്കിലും ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ പോയപ്പോൾ അവിടെ വെച്ച് ഒരു ദേവസ്വരം കേട്ടു എന്നാണെങ്കിൽ ഓക്കെ, ന്യായമായത് അംഗീകരിക്കാം, അങ്ങനെ ആരോട് സംസാരിക്കാം. എന്നാൽ KSRTC എന്നൊരു സ്ഥാപനത്തെ കൊണ്ടുപോകുവാൻ തക്ക രീതിയിൽ വളരെ കൃത്യമായി കാര്യങ്ങളെല്ലാം പതിവായി പറഞ്ഞു കൊടുക്കുന്നു എങ്കിൽ അത് ദൈവമായിരിക്കുമോ മറ്റേതെങ്കിലും അരൂപശക്തികളായിരിക്കുമോ? എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത് എന്ന് അപ്പസ്തോലൻ പറയുന്നില്ലേ? ആ നിലയ്ക്ക് ഇതേത് ആത്മാവായിരിക്കും മന്ത്രിയോട് പറഞ്ഞത്? പ്രിയപ്പെട്ടവർ, എല്ലാവരും അവകാശപ്പെടുന്നത് തങ്ങളോട് സംസാരിച്ചത് ദൈവമാണെന്ന് തന്നെയാണ്. ആർക്ക് അസ്വാഭാവികമായ, അഭൗമികമായ, അതീന്ദ്രിയമായ ഒരു സ്വരം ലഭിച്ചുവെങ്കിൽ, ഒരു ബോധ്യം ലഭിച്ചുവെങ്കിൽ അതൊക്കെ ദൈവം നൽകിയെന്നാണ് പറയുക. ക്രൈസ്തവ വിശ്വാസികളിൽ തന്നെയും പലർക്കും സന്ദേശം ലഭിക്കുന്നത് ഏത് ഉറവിടത്തിൽ നിന്നാണെന്ന് വ്യത്യസ്തമായി പറയുന്നവരുണ്ട്. ചിലരോട് മാലാഖ സംസാരിച്ചു, ചിലരോട് ഇന്ന വിശുദ്ധൻ സംസാരിച്ചു, ഇന്ന പുണ്യവതി സംസാരിച്ചു, പരിശുദ്ധാത്മാവ് സംസാരിച്ചു, യേശുക്രിസ്തു സംസാരിച്ചു എന്ന് പ്രത്യേകത മനസ്സിലാക്കി പേരിട്ട് പറയാറുണ്ട്. ബൈബിളിൽ തന്നെ ചിലരോട് ദൂതൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു, മാലാഖ പറഞ്ഞു എന്നൊക്കെ പ്രത്യേകം പരാമർശിച്ചത് നമുക്കറിയാം. പക്ഷേ ഇന്ന് ഏത് വ്യക്തിയോടും അത് ദൈവം പറഞ്ഞു എന്നൊരു ബോധ്യമാണ്. ഈ മന്ത്രിക്ക് ഇതുപോലെ സന്ദേശങ്ങൾ കൊടുത്ത് ദൈവം നയിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ മന്ത്രിയിൽ പ്രവർത്തിക്കുന്ന അരൂപശക്തി പരിശുദ്ധാത്മാവാണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ മന്ത്രിക്ക് കൂടുതൽ അഭിഷേകം ലഭിക്കാനും ഈ മന്ത്രിക്ക് കൂടുതൽ ഗൈഡൻസ് ലഭിക്കാനും പ്രവചനങ്ങൾ ലഭിക്കാനുമൊക്കെ ഉപകരണമാകുന്ന ഒരു പാസ്റ്ററുണ്ട്, ടിനു. ഈ ടിനു എന്ന പാസ്റ്റർ, ആ പാസ്റ്ററോട് ദൈവം പറഞ്ഞത് ഫോണിൽ റെക്കോർഡ് ചെയ്ത് വേദിയിൽ കേൾപ്പിച്ച ആളാണ്. അങ്ങനെ ഒത്തിരിയേറെ അദ്ദേഹം പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ദൈവം അയാളോട് പറഞ്ഞ ഒരു ദൈവസ്വരം അദ്ദേഹം ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് അത് സ്റ്റേജിൽ വെച്ച് ജനങ്ങളെ കേൾപ്പിച്ചു. ഒക്ടോബർ മാസം ഞാൻ ഒന്ന് പ്ലേ ചെയ്തോട്ടെ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ച് റെക്കോർഡ് ചെയ്ത് വെച്ച് ഇതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ചർച്ചിന്റെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു. ചർച്ചിന്റെ കുറ്റം എന്തുണ്ട്, സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു, നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല. കേട്ടില്ലേ? ദൈവത്തിന് സ്വരം റെക്കോർഡ് ചെയ്യാനെന്ത് കഴിഞ്ഞുവെങ്കിൽ ആ മുറിയിലുള്ള മറ്റു പലരും കേട്ടില്ലേ? ഇങ്ങനെ എല്ലാവരും കേൾക്കെ ദൈവം ആരോടെ പറയാറുള്ളത്? ഒരു ഉപകരണത്തിന് അത് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞുവെങ്കിൽ ആ പരിസരത്തുള്ള മൃഗങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും കേൾക്കാവുന്ന ശബ്ദമല്ലേ? സാധാരണ മനുഷ്യ ശബ്ദത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിലല്ലേ സംസാരിച്ചത്? അങ്ങനെ ദൈവം നേരിട്ട് ഉറക്കെ സംസാരിച്ചിട്ടുള്ളത് യേശുവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്തല്ലാതെ മറ്റൊന്നും പുതിയ നിയമ കാലഘട്ടത്തിലുള്ളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ആ നിലയ്ക്ക് മന്ത്രിയോടും മന്ത്രിയുടെ പാസ്റ്ററോടും പറയുന്നത് ദൈവമാണോ അതോ മറ്റേതെങ്കിലും അരൂപശക്തികളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം.
നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളിലും പല പെന്തക്കോസ്ത ന്യൂജൻ സഭകളിലുമൊക്കെ ദൈവസ്വരം എന്ന് പറഞ്ഞ് നിരവധി പേര് കബളിപ്പിക്കപ്പെടുന്നുണ്ട്, അവർ മറ്റുള്ളവരെ കബളിപ്പിക്കുന്നുമുണ്ട്. ഇത്തരക്കാർ ബഹുഭൂരിപക്ഷം പേരും മനഃപൂർവ്വം മറ്റുള്ളവരെ കബളിപ്പിക്കുകയല്ല, നുണ പറയുകയല്ല. അവർ വിശ്വസിക്കുന്നു അത് ദൈവസ്വരമാണെന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്വരം എന്ന പേരിൽ ഒരു വ്യാജ ക്രിസ്തു ഇവിടെ പ്രവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് എന്ന പേരിൽ ഒരു വ്യാജ പരിശുദ്ധാത്മാവ് ഇവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ സന്ദേശങ്ങൾ കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെതല്ലാത്തൊരു ശബ്ദം ക്രിസ്തുവിൻ്റെതെന്ന പേരിൽ ഇവിടെ വ്യാപകമാകുന്നു. ദൈവിക സന്ദേശങ്ങളെന്ന് പറഞ്ഞ് അശുദ്ധാത്മാക്കളുടെ സന്ദേശങ്ങൾ ലഭിക്കുന്ന മറ്റേതോ അരൂപി ശക്തികളുടെ സന്ദേശങ്ങൾ ലഭിച്ച് അത് ഫോളോ ചെയ്യുന്ന അനേകർ ഇവിടെ ക്രൈസ്തവ വിശ്വാസികളായി ഉണ്ട് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.